ഏറെ ബഹുമാനരായ കാർത്തികൻ നായർ സാർ, ശ്രീ ആർ അജയൻ, എൻ രതീന്ദ്രൻ, ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള രഞ്ജിത്ത്, ഡോക്ടർ യു നന്ദകുമാർ, ഈ പുസ്തകം എഴുതിയ പി സോമൻ സാറ്, വിദുര ശിവനാഥ്, സ്വാഗതം പറഞ്ഞ രാധാകൃഷ്ണൻ നായർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കാൻ ധാരാളം പണ്ഡിതന്മാരായ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. നമ്മളൊരു ക്രിസ്തുമസ് കഴിഞ്ഞാണ് ഇവിടെ ചേരുന്നത്. ജനുവരിയിൽ ഒരു റിപ്പബ്ലിക്കിലേക്ക് പോവുകയാണ്. ഈ ക്രിസ്തുമസിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം വായിച്ചും കണ്ടും അറിഞ്ഞവരാണ്. അസഹിഷ്ണുത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ഓരോ വർഷം കഴിയും തോറും ഈ കേന്ദ്രത്തിൽ ഈ ഭരണം വന്നതിന് ശേഷം, ഇന്ത്യ ഭരണം വന്നതിന് ശേഷം ഓരോ വർഷം കഴിയും തോറും വളരെ അധികം വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളാണ് സോമൻ സാർ ഈ പുസ്തകത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ഞാനതിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കല്ല പോകുന്നത്. സോമൻ സാറിനെ കുറിച്ച് 2 വാക്ക് പറയണം എന്നുള്ളതാണ്. സോമൻ സാറ് ഒരു അക്കാഡമിക് നിരൂപകനായിട്ട് ഒതുങ്ങിപ്പോകാവുന്ന ആളായിരുന്നു. അദ്ദേഹം ദീർഘകാലം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. പക്ഷേ അങ്ങനെ ഒരു അക്കാഡമിക് മേഖലയെ പൊളിച്ചെഴുതാനാണ് സോമൻ സാർ ശ്രമിച്ചത്. അതാണ് സാറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്. സാറിന് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും നമ്മൾ ഈ സദസ്സ് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. സോമൻ സാറിൻ്റെ മുന്നിലുള്ളത് അസമത്വങ്ങളില്ലാത്ത ഒരു ലോകം, അങ്ങനെ ഒരു ലോക നിർമ്മിതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ എഴുത്താണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത, കോംപ്രമൈസ് ഇല്ലാത്ത ഒരു എഴുത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ എല്ലാവരും പ്രസിദ്ധീകരിച്ചൊന്നും വരത്തില്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് സോമൻ സാറിൻ്റെ പേര് നല്ലതുപോലെ അറിയാം, പക്ഷെ അതൊന്നും പ്രസിദ്ധീകരിക്കത്തില്ല. കാരണം അവർക്ക് അത് അങ്ങോട്ട് അവരുടെ ആശയഗതിയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല സോമൻ സാർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടൻ ചൊല്ലിൽ പറയുന്നത് പോലെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് സോമൻ സാറിനെ. അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മുടെ ഉക്കാസായുമായും മുണ്ടശ്ശേരി ഫൗണ്ടേഷനുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒപ്പം നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ സംഘം മാസിക, 10,000 കോപ്പി പോകുന്ന മാസിക, ഒരുവിധം വായനക്കാരുള്ള മാസികയാണ്. അതിൻ്റെ എല്ലാ ചുമതലയും നിർവഹിക്കുന്നതിൽ മുന്നിട്ട് നിന്ന് സോമൻ സാർ പ്രവർത്തിക്കുന്നുണ്ട്. സാറിൻ്റെ രീതിശാസ്ത്രം നമുക്കെല്ലാം അറിയാവുന്ന ഒരു മാർക്സിസമാണ്. മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിച്ചാണ്. നമ്മുടെ എത്ര പണ്ഡിതന്മാർ അത് തുറന്നു പറയും, ഞാൻ ഉപയോഗിക്കുന്നത് മാർക്സിസ്റ്റ് രീതിശാസ്ത്രമാണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന എഴുത്തുകാർ, മാർക്സിസ്റ്റ് എഴുത്തുകാർ പോലും കുറവാണ്. അതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നർത്ഥം. സാഹിത്യം എന്നൊക്കെ പറയുന്നത് സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബോധരൂപമാണ്. ആദിമകാലം മുതലേ ഉള്ള ആദിമബോധത്തോളം പഴക്കമുള്ളതാണ് നമ്മുടെ ഭാഷ. ഏറ്റവും കൂടുതൽ ഭാഷയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും സാറാണ്. ONV സമ്പൂർണ്ണ കൃതികൾക്ക് അവതാരിക എഴുതാൻ ONV പറഞ്ഞത് സോമൻ സാറിനോടാണ് എന്നുള്ളത് പിടിച്ചിരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും.
അതാണ് സോമൻ സാറിനെ കണ്ടെത്തുന്ന ONV പോലുള്ളവരാണ് സാറിനെ കണ്ടെത്തിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ബോധം, ഭാഷ, ബോധത്തെയും ഭാഷയെയും ഒക്കെ നിർമ്മിക്കുന്നത് ഒരു സോഷ്യൽ എക്സിസ്റ്റൻസ് ആണ്, സാമൂഹ്യ അസ്തിത്വമാണ്. ആ തരത്തിൽ ഒരു അടിത്തറ ഇട്ടുകൊണ്ട് കാര്യങ്ങളെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ആണ് സോമൻ സാറിൻ്റെ ഒരു പഠന രീതി, എഴുത്തിൻ്റെ രീതി എന്നർത്ഥം. ഈ സാമൂഹ്യമായ അസ്തിത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന നിരവധിയായ ഘടകങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നമാണ് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത്. സാമൂഹ്യമായ അസ്തിത്വത്തിൽ ആദ്യകാലം മനുഷ്യൻ്റെ ഉൽപാദന മേഖല വരുന്നുണ്ട്. അതിനെയൊക്കെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യ അവസ്ഥകളുണ്ട്, മതമുണ്ട്, സംസ്കാരം. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒന്നാണ് നമ്മുടെ സാമൂഹ്യമായ അസ്തിത്വം. ഈ തരത്തിൽ സമഗ്രമായി പഠിച്ചുകൊണ്ട് പുസ്തകം എഴുതുന്നു എന്നുള്ളതാണ് സോമൻ സാറിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് ഏത് കൃതിയും സോമൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബഹുസ്വരമായ കൃതിയാണ്. ഏതെങ്കിലും ഒന്നിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ ആകമാനം പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല കൃതി എഴുതാൻ കഴിയൂ എന്നർത്ഥം. അതുപോലെ തന്നെ ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങൾ, ഞാൻ അക്കാഡമിക് വിമർശന രീതിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം, നമ്മുടെ ക്ലാസ് റൂമിൽ ഇന്നത്തെ ഒരു കാലഘട്ടം ഒരിക്കലും ഇല്ല. കാളിദാസന്റെയും ഭാസന്റെയും ഭൗഭൂതിയുടെയും ഒക്കെ കാലമേ ഉള്ളൂ. ഇന്നത്തെ കാലം അത് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ യാഥാസ്ഥികരായ എഴുത്തുകാരും അധ്യാപകരും ഒക്കെ നഖശിഖാന്തം അതിനെ എതിർക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. അങ്ങനെ അനുഭവം സോമൻ സാറിന് ഞങ്ങൾക്കൊക്കെ ബോർഡർ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. ഒന്ന് മാറ്റി പിടിക്കാം, പാഠപുസ്തക രചനയിൽ ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ അധ്യാപകരെല്ലാം കൂടെ അണിനിരന്നു. ഒരു മാറ്റവും വരുത്താൻ പറ്റുമെന്ന്. രാമായണവും മഹാഭാരതത്തിന് അപ്പുറത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല, എല്ലാം അതിനകത്തുണ്ട് എന്ന് അതിൽ പറയുന്നത് പോലെ വേറൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയെ മുറിച്ച് മുന്നേറുന്നതാണ് സോമൻ സാറിൻ്റെ എഴുത്ത് എന്നർത്ഥം. അദ്ദേഹം ഇത്തരത്തിൽ ദാർശനികമായ എഴുത്ത് മാത്രമല്ല, ദാർശനിക ചിന്തകൻ മാത്രമല്ല. സോമൻ സാറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റാണ്. സാമൂഹ്യ പ്രശ്നങ്ങളിൽ, എല്ലാ സമരങ്ങളിലും സോമൻ സാറിനെ നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോ മറ്റേത് സ്ഥലങ്ങളിലോ നമുക്ക് കാണാം. ഒരു ആക്ടിവിസ്റ്റാണ്. മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ, എഴുതുക മാത്രമല്ല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏതാണ്ട് 25 പരം കൃതികൾ സോമൻ സാറ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും പുതിയ സമൂഹത്തിന് വലിയ പരിചയം ഉണ്ടാവാൻ വഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനൊരു PR വർക്ക് നടത്തുന്ന ആളുമല്ല ക്യാമ്പയിൻ്റെ കാര്യത്തിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 8ഓളം അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ശക്തി അവാർഡ് 2 തവണ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി എൻഡോവ്മെൻ്റ് അവാർഡുകൾ 2 തവണ കിട്ടിയിട്ടുണ്ട്. അബുദാബി ശക്തി അവാർഡ് 2018 ലഭിച്ചിട്ടുണ്ട്. 2020 ഇടശ്ശേരി അവാർഡ് നമുക്ക്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഈ പുസ്തകത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഒരുപാട് സമയം അതിനുവേണ്ടി പോകുമെന്നുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന ഒരു അധ്യായം ഇതിനകത്തുണ്ട്. നമ്മൾ എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി? ഇപ്പോൾ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ വൈസ് പ്രസിഡന്റും ഒക്കെ വന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് അപഗ്രഥിക്കുന്നിടത്താണ് സോമൻ സാറ് പൊളിറ്റിക്കൽ എക്കോണമി എന്താണ് എന്ന് പറഞ്ഞത്. അതിൽ യഥാർത്ഥത്തിൽ
സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ മേധാവിത്വമുള്ള സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ആ ലേഖനത്തിൽ സാറ് ചെയ്യുന്നത്. കാരണം ബ്രാഹ്മണന്മാരൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഉപഭോഗമേ ഉള്ളൂ. ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ ആൾക്കാരാണ്, പാവപ്പെട്ടവരാണ്. അപ്പം ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള സമൂഹത്തെ നിലനിർത്താനും വളർത്താനും വേണ്ടിയാണ് ഇപ്പം ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞ് ഈ പുസ്തകത്തിലെ മറ്റെല്ലാ ലേഖനങ്ങളെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. അത് വായിക്കണം. നേരത്തെ രാധാകൃഷ്ണൻ സാർ അത് പറയുകയും ചെയ്തു. അതുകൊണ്ട് സനാതനധർമ്മത്തെ വെല്ലുവിളിച്ചു കൊണ്ട് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നവോത്ഥാനം. അതേക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. ജാതി വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തത് നവോത്ഥാനം വന്നപ്പോഴാണ്. അതും നമ്മുടെ പുതിയ സമൂഹം മനസ്സിലാക്കേണ്ടത് ഉണ്ടെന്നർത്ഥം. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതം എന്ന ഒരു ശങ്കയുമില്ലാതെയാണ് അതിൻ്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദുമതം ഒരു ബ്രാഹ്മണ മതമാണ്, അവരുടെ മേധാവിത്വത്തിൽ ഉള്ളതാണ്. അങ്ങനെ ഒരു മതത്തിൽ പൗരസമൂഹം എന്ന് പറയുന്നതില്ല. നമ്മളൊരു പൗരസമൂഹത്തെ ലക്ഷ്യം വെച്ചാണ്, ഭരണഘടനയിലൂന്നിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം വിശദമായി പഠിക്കാൻ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ അസഹിഷ്ണുതയുടെ റിപ്പബ്ലിക്. അത് കൂടുതൽ ആളുകൾ വായിക്കാൻ ഒരവസരം ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുസ്തകം പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശിപ്പിക്കുന്നത് പ്രമുഖ ചരിത്രകാരനായ കാർത്തികൻ നായർ സാറാണ്. ഏറ്റുവാങ്ങുന്നത് നവയുഗത്തിൻ്റെ എഡിറ്ററും തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയിൽ ഏറെ വർഷങ്ങളായിട്ട് നമ്മളോട് ഒപ്പം ഉള്ള ശ്രീ അജയൻ മാഷാണ്. രണ്ടുപേരെയും അതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.